നമസ്കാരം. ഗ്രാൻഡ് പാ സ്റ്റോറീസിലേക്ക് സ്വാഗതം. പാരീസിൻ്റെ മരണത്തോടുകൂടി ട്രോയ്ക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും അവർ ഹെലനെയും കട്ടുകൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം തിരിച്ചു തന്ന് നമ്മുടെ അടുത്ത് ക്ഷമ ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഗ്രീക്കുകാർക്ക് പാടെ തെറ്റി. കാരണം ട്രോയ്ക്കാർ ഇതൊന്നും ചെയ്തില്ല. പാരീസ് മരിച്ചെങ്കിൽ കൂടിയും അവർ ഒരു യുദ്ധവിരാമത്തിന് ആഗ്രഹിച്ചില്ല. അതാണ് പ്രശ്നം. ഗ്രീക്ക് ക്യാമ്പിൽ വീണ്ടും ആലോചന തുടങ്ങി. ഇനി എന്തു ചെയ്യും? അപ്പോൾ ഇവരുടെ ഈ സ്ട്രാറ്റജിയൊക്കെ തീരുമാനിക്കുന്നയാൾ ഒഡീസിയൂസ് ആണല്ലോ. അപ്പോൾ ഇതേ ഒരു ദിവസം ഇങ്ങനെ പരിസരത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഒരു അപരിചിതനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാളുമായിട്ട് ഉള്ള സംഭാഷണങ്ങളിൽ നിന്ന് ഒരു കാര്യം ഒഡീസിയൂസിന് മനസ്സിലായി. ട്രോയെ കീഴ്പ്പെടുത്താൻ ആരെക്കൊണ്ട് സാധ്യമല്ല. കാരണം ട്രോയ് കോട്ടയ്ക്കുള്ളിൽ അഥീനി ദേവിയുടെ ഒരു പ്രതിമയുണ്ട്, അവിടുത്തെ ക്ഷേത്രത്തിനുള്ളിൽ. ആ പ്രതിമ അവിടെ ഉള്ളിടത്തോളം കാലം ട്രോയെ തോൽപ്പിക്കുവാൻ, ട്രോയ് കോട്ട പിടിച്ചെടുക്കാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. ഇത് അറിഞ്ഞതോടുകൂടി ഒഡീസിയൂസ് ക്യാമ്പിലെത്തിയിട്ട് എല്ലാവരോടും പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു പ്രതിമയുണ്ട് എവിടെ, ട്രോയ് കോട്ടയ്ക്കുള്ളിൽ, അത് കൊണ്ടുവരാൻ പോകാനായിട്ട് പതിവ് പോലെ ഒഡീസിയൂസ് തന്നെ മുന്നിട്ടിറങ്ങി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഡയോമീസ് പറഞ്ഞു, ഞാനും കൂടെ പോരാം. ഓക്കെ, രണ്ടുപേരും നടന്നു. കുറച്ച് മാറിക്കഴിഞ്ഞപ്പോൾ ഒഡീസിയൂസ് വേഷം മാറി. അയാളൊരു ഭിക്ഷക്കാരനെ പോലെ വേഷമായി. എന്നിട്ട് ഡയോമീസിനോട് പറഞ്ഞു, നീ കോട്ടയിൽ എവിടെയെങ്കിലും പോയിട്ട് ആരും കാണാതെ ഒരു സ്ഥലത്ത് നോക്കി നിന്നോളൂ, എൻ്റെ അടയാളം കിട്ടുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ കോട്ടയ്ക്കുള്ളിൽ ഒഡീസിയൂസ് കടന്നു ചെന്നു. ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ച് അയാളെ ആരും തടഞ്ഞുമില്ല. അങ്ങനെ കുറേ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഹെലൻ്റെ കൊട്ടാരം കണ്ടു. അവിടെ ഹെലൻ തനിയെ ഉണ്ടായിരുന്നു. ഒഡീസിയൂസിനെ കണ്ട് ഹെലന് മനസ്സിലായി. അവൾ അത്ഭുതപ്പെട്ടു. ഒഡീസിയൂസ്, താങ്കൾ എങ്ങനെ ഇവിടെ വന്നു? ഇനി എന്താ, ജയിച്ചുവോ നിങ്ങൾ? ഇനി ഗ്രീക്കുകാരെങ്ങാനും ജയിച്ച് കോട്ടയ്ക്കുള്ളിൽ വന്നതാണോ? നിങ്ങളെന്താ ഈ യാചക വേഷത്തിൽ? അപ്പോൾ ഈ ഒഡീസിയൂസ് പറഞ്ഞു, ഞങ്ങൾക്ക് കോട്ട കീഴടക്കണമെങ്കിൽ ഇവിടെ അഥീനി ദേവിയുടെ പ്രതിമയുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ. അത് കൊണ്ടുപോയാലേ, അതിവിടെ നിന്ന് മാറ്റിയാലേ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അതിന് നീ ഞങ്ങളെ സഹായിക്കണം. ഹെലൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ? ഹെലൻ പിന്നീട് ആലോചിച്ചു. അയാളോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഗ്രീക്കുകാരിയാണ്, എന്നാലും എന്ത് ഭോഷത്തരമാണ് ഞാൻ കാണിച്ചത്? സ്പാർട്ടയിൽ നല്ല ജീവനും കളഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെയും കുട്ടിയും വിട്ടിട്ട് ഓടിപ്പോന്നവളല്ലേ ഞാൻ. ഇനി ഗ്രീക്കുകാർ ജയിച്ചാൽ തന്നെ എന്നെ ജീവനോടെ വെച്ചേക്കുമോ? അങ്ങനെയുള്ള നിങ്ങളെ സഹായിച്ചാൽ? ഒഡീസിയൂസ് ആരാള്? പുള്ളിക്കാരൻ നാക്കുവഴക്കത്തിൽ ഹെലനോട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. നിനക്ക് ഇവിടെ ഒന്നും സംഭവിക്കും, നീ ഗ്രീക്കുകാരിയാണ്. നീ ഇവിടെ വന്നെങ്കിലും നിൻ്റെ ഉള്ളിൽ നീ ഒരു ഗ്രീക്കുകാരിയാണ്, നീ ഞങ്ങളെ സഹായിക്കണം. ഹെലൻ പറഞ്ഞു, നോക്കൂ, ശരിയാണ്, എന്തൊരു വിവേകശൂന്യാണ് ഞാൻ. സ്പാർട്ടയിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ശരിക്കും പാരീസിനോടൊപ്പം പോരുമ്പോൾ ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു. വിഭ്രാന്തി കയറിയിട്ടായിരുന്നു ഞാൻ വന്നത്. അവിടുത്തെ സൗഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ പോരുകയാണ് ചെയ്തത്. ഇപ്പോൾ ദാ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ആട്ടെ, ഉള്ളിൽ ഞാനും ഒരു ഗ്രീക്കുകാരിയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഒഡീസിയൂസിനെ കൂട്ടി അന്തഃപുരത്തിൻ്റെ പിന്നിലെ ഇടുങ്ങിയ വാതിലിലൂടെ കൊണ്ടുപോയി കോട്ടയ്ക്കുള്ളിലെ ആർക്കും അറിയാത്ത വഴികളിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചു. ക്ഷേത്രത്തിനുള്ളിലും അകത്ത് ചെല്ലാൻ കുറേ ഇടവഴികളുണ്ട്. അതിനു മുന്നേ ഒഡീസിയൂസ് തൻ്റെ അടയാളം കൊടുത്തിട്ട് ഡയോമീസിനെ വിളിച്ചു വരുത്തി. ഇവർ രണ്ടുപേരും ഹെലനെ പിന്തുടർന്ന് ഹെലൻ ഇവരെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളറയിലേക്ക് കൊണ്ടുപോയി, മറ്റാരും കാണാത്ത വഴികളിലൂടെ. അവിടെ എത്തിച്ചിട്ട് ഹെലൻ വേഗത്തിൽ കടന്നു കളഞ്ഞു.
അവിടെ ഈ ഒഡീസ്യൂസും ഡയോമീസും അകത്തോട്ട് പോയി നോക്കുമ്പോൾ അഥീനി ദേവിയുടെ പ്രതിമയിരിക്കുന്നു. അവിടെ കാവലിനായിട്ട് ഒരൊറ്റ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നു. അവിടുത്തെ പൂജാരിയും അവർ തന്നെയായിരുന്നു. ഒഡീസ്യൂസ് തൻ്റെ കൗശലം ഉപയോഗിച്ച് അവരെ അസ്തപ്രജ്ഞയാക്കി. എന്നിട്ട് അവിടുന്ന് അഥീനി ദേവിയുടെ പ്രതിമ കയ്യിലെടുത്തു. പകരം ഒരു കളിമൺ പ്രതിമ അവിടെ വെച്ചു. ഈ ഒറിജിനൽ പ്രതിമ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് ഇത്ര വാല്യൂ ഉള്ളത്. ഇതെടുത്തിട്ട് പകരം ഒരു കളിമൺ പ്രതിമ വെച്ചിട്ട് അവർ പുറത്തേക്ക് ഓടി ഈ പ്രതിമയും കൊണ്ട് നേരെ ഗ്രീക്ക് ക്യാമ്പിലേക്ക് ഓടിയെത്തി രണ്ടുപേരും. അവിടെ വെച്ചിട്ട് ഇത് തുറന്നിട്ട് വലിയ ശബ്ദത്തിൽ അവരവിടുന്ന് ആഘോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു, ട്രോയുടെ സൗഭാഗ്യം ഞാനിതാ കവർന്നുകൊണ്ട് വന്നിരിക്കുന്നു. ഇനി നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ഈ ട്രോയുടെ സൗഭാഗ്യമായ അഥീനി ദേവിയുടെ പ്രതിമയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രീക്കുകാരെല്ലാം ഓടി വന്നു. നോക്കുമ്പോൾ ശരിയാണ്, അഥീനി ദേവിയുടെ പ്രതിമ ഒഡീസ്യൂസ് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ട്രോയെ നമുക്ക് തോൽപ്പിക്കാം എന്ന് എല്ലാവർക്കും ഒരു ആത്മവിശ്വാസമായി. തോൽപ്പിക്കാം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് തോൽപ്പിക്കാൻ പറ്റുക? എന്തായിരിക്കും ആ പദ്ധതി? അത് അടുത്തതിൽ പറയാം. ഓക്കെ, നമസ്കാരം.